ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മൾ ഉച്ചയ്ക്കത്തേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. കിഴങ്ങും ക്യാരറ്റും സോയാബീനും ഒക്കെ ചേർത്ത് ചെറിയൊരു വെജിറ്റബിൾ ബിരിയാണിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. കുറച്ച് പപ്പടവും കൂടെ വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്നത്. തൈരും കൂടെ കൂട്ടി കൊടുത്താൽ കുഞ്ഞിന് കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു, പക്ഷെ തൈരില്ലായിരുന്നു. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇച്ചിരി ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ടാണ് ബട്ടറും കൂടെ ആഡ് ചെയ്തത്. അപ്പം ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാകും. ഈ ഒരു വെജിറ്റബിൾ ബിരിയാണിയിൽ മെയിനായിട്ട് ചേർത്തിരിക്കുന്നത് കിഴങ്ങ്, സവോള, ക്യാരറ്റ്, സോയാബീൻ, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി ചേർത്തിരിക്കുന്നത്. കൊടുത്ത ബിരിയാണി മൊത്തമായിട്ടൊന്നും കഴിക്കത്തില്ല. പാറുവിന് ഈ ബിരിയാണിയുടെ ഫോട്ടോ ഒന്ന് ഇട്ട് കൊടുക്കണം. അത് കാണുമ്പോൾ പാറുവിന് കൊതി വരുമെന്നാണ് കുഞ്ഞ് പറഞ്ഞത്. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ അവധി ആയതുകൊണ്ട് കുഞ്ഞ് പുറത്ത് വന്നിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ആ മരത്തിലൊക്കെ ഒരുപാട് കാക്കയും കിളികളും കോഴിയൊക്കെ അതിലടപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് കുറേയൊക്കെ അതുങ്ങൾക്കും കൊടുക്കും, കുറേ കുഞ്ഞിൻ്റെ പാവയ്ക്ക് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നോർമലി കുഞ്ഞ് ഫുഡ് കഴിക്കാറുള്ളത്. എപ്പോഴും സമയം എടുത്താലും കുഞ്ഞുങ്ങളെ ആസ്വദിച്ച് കഴിക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത്. അവരെ നിർബന്ധിച്ച് കുത്തിക്കയറ്റിയൊക്കെ നമ്മൾ കൊടുത്താൽ അവർക്കും ഫുഡ് കാണുമ്പം തന്നെ ഒരു വല്ലാഴികയായിരിക്കും. ഇതങ്ങനെയൊന്നുമില്ല. അവരുടേതായ ഇഷ്ടത്തിനാണ് ഫുഡ് കഴിക്കാൻ നമ്മൾ ഇരുത്തുന്നതും എല്ലാം. ഇഷ്ടമില്ലാത്ത ഒരു സാധനവും നമ്മൾ നിർബന്ധിച്ച് കൊടുക്കത്തില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഫുഡിനേക്കാളും കൂടുതൽ വെള്ളമായിരിക്കും കുടിക്കുന്നത്. അതെല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ ആയിരിക്കും. കുറച്ച് എനിക്കും വാരിയൊക്കെ തരുന്നുണ്ട്. വീണ്ടും വീണ്ടും വെള്ളം കുടിക്കുവാണ്. ഇതിൽ തന്നെ ആ പപ്പടം മൊത്തം ആദ്യമേ തന്നെ കഴിച്ച് തീർത്തിട്ടുണ്ട്. ഇനി പയ്യെ ഇരുന്ന് കുറേശ്ശെയായിട്ടൊക്കെ എടുത്ത് വായിലൊക്കെ വെക്കുന്നുണ്ട്. എപ്പോഴും കുഞ്ഞിൻ്റെ അടുത്ത് ഏതെങ്കിലുമൊക്കെ ഒരു പാവ കാണും. ആ പാവേനെ ഒന്നെങ്കിൽ അടിക്കും, അല്ലെങ്കിൽ അതിനെ ഉറക്കും. അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അതിനെ ചെയ്തുകൊണ്ടേ കുഞ്ഞിരിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ കരണ്ടിക്കുട്ടനാണ് ചോറുണ്ണാൻ കൂട്ട്. ഒരു ആനക്കുഞ്ഞുണ്ട്. അത് ആ സെറ്റിയുടെ മേലിലെങ്ങാണ്ട് ഇരിപ്പുണ്ട്. അത് ഇതുവരെ വേണമെന്ന് പറയാത്തതുകൊണ്ട് നമ്മൾ എടുത്തു കൊടുത്തിട്ടില്ല. അപ്പോൾ കരടിയായിട്ടാണ് ഇന്നിരുന്ന് ചോറ് കഴിക്കുന്നത്. ആ കരടിക്കുട്ടനോട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് വാരി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ ഏകദേശം 1/4 മണിക്കൂർ അടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. വീണ്ടും വെള്ളം കുടിക്കുന്നുണ്ട്. ആ കരടിക്കുട്ടനും വെള്ളം കൊടുക്കുന്നുണ്ട്. കരടിക്കുട്ടനെ ഇടയ്ക്ക് എൻ്റെ മോനാന്ന് പറയും, എൻ്റെ കൂട്ടുകാരനാന്ന് പറയും. ഇന്ന് മോനാന്ന് പറഞ്ഞാണേ ഫുള്ളായിട്ട് ഫുഡൊക്കെ വാരി കൊടുക്കുന്നത്. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ സ്കൂളിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പാറുവിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പല പല കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞ് സംസാരിക്കുന്നുമുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ആനക്കുട്ടനെയും കൂടെ ഒന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനും കൂടെ ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അതും എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനും വാരി കൊടുക്കുന്നുണ്ട്. കൂടുതലും പെൺകുട്ടികളുടെ ഒരു കഴിവായിരിക്കും കുഞ്ഞിലെ തൊട്ടൊരു അമ്മ എന്നുള്ളൊരു ആ ഒരിത് നമ്മൾക്ക് ഉള്ളിൽ തന്നെ എപ്പോഴും കാണുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് വാരി കൊടുക്കുക, അതുങ്ങളെ ഉറക്കുക. അതായിരിക്കും കൂടുതലും പെൺകുട്ടികൾ കുഞ്ഞിലെ തൊട്ട് ചെയ്ത് വരുന്നത്. അവരുടെ കളികൾ പോലും അങ്ങനെ ആയിരിക്കുമെന്ന് വേണം പറയാൻ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വാരി കൊടുത്തിട്ട് വാവയും കുറച്ചൊക്കെ വായിലൊക്കെ വെക്കുന്നുണ്ട്, കുറച്ച് താഴെ പോകുന്നുണ്ട്. എന്തായാലും ആവശ്യത്തിന് വിശപ്പിനുള്ളത് വയറ്റിലേക്ക് ചെന്നിട്ടുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ. കുഞ്ഞ് ലഞ്ച് കഴിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഏകദേശം കുഞ്ഞ് കഴിച്ചത് ഇത്രത്തോളം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.